എനിക്ക് വലിയ സന്തോഷം തോന്നുന്നു ഗോപികൃഷ്ണൻ. ഞാൻ ഈ ചർച്ചകളിലൊക്കെ പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു. ഒന്നാമത്തെ അന്വേഷണം തെളിവുകളുടെ അപര്യാപ്തതയാണ് രണ്ടാം അന്വേഷണത്തിന്റെ കാരണമെന്ന് ശ്രീ ബൈജു കൊട്ടാരക്കര ഇപ്പൊ വളരെ കൃത്യമായി പറഞ്ഞു. ഒന്നാമത്തെ അന്വേഷണത്തിൽ പ്രതികൂലമായി ബാധിക്കുമെന്ന് കണ്ടപ്പോഴാണ് ബാലേന്ദ്രകുമാർ വന്നതും ഞാനാണ് കൊണ്ടുവന്നതെന്നും. കറക്റ്റാ? ഇപ്പൊ മനസ്സിലായല്ലോ. ഈ ബാലേന്ദ്രകുമാർ വന്ന് പറഞ്ഞ മൊഴികൾ എങ്ങനെയുള്ളതാണ്? നമ്മളെല്ലാം കേട്ടതാ, വർഷങ്ങളോളം ചർച്ച ചെയ്തതാണ്. ഒരു കാര്യവുമില്ലാത്ത കുറെ ശബ്ദങ്ങൾ കൂട്ടിയിണക്കിയ കുറെ മിമിക്രിക്കാര്, പിന്നെ അര സെക്കൻഡ്, കാ സെക്കൻഡ്, ഇതെല്ലാം കണ്ടതാ കേരളം, കേട്ടതാ. കേരളത്തിലെ മുഴുവൻ കൊച്ചു കുട്ടികൾക്ക് വരെ എംപോസിഷൻ എഴുതാതെ ഇത് മുഴുവൻ കാണാപ്പാടം പറയും. ഇവരുടെ ഈ വാദമോഹങ്ങളൊക്കെ പൊളിഞ്ഞു വീണതാ ചീട്ടുകൊട്ടാരം പോലെ. പിന്നെ ബൈജു കൊട്ടാരക്കാരെ പറയുന്നത് എന്താണ്? ഇവിടെ ദൃശ്യം ദിലീപിന്റെ വീട്ടിൽ നിന്ന് കണ്ടു. ഓ, ദിലീപിന്റെ വീട്ടിൽ ഭാര്യ, മക്കൾ, അനൂപിന്റെ ഭാര്യ, കുഞ്ഞുങ്ങൾ, അവർക്കെല്ലാം കാണാൻ പറ്റിയ ദൃശ്യമല്ലേ? അത് കേൾക്കുമ്പോൾ കോമൺ സെൻസ് ഉള്ള ഒരു മലയാളിക്ക് മനസ്സിലാകും ഇത് ഒന്നാം തരം ഉടായ്പ കേസാണ്. ഇത് ബാലേന്ദ്രകുമാർ ഡീസൻ്റായി മാറിപ്പോയിരുന്നു. മരിച്ചുപോയ ഒരാളെ കുറ്റം പറയുന്നില്ല, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ബാലേന്ദ്രകുമാർ എന്താണ് ഇവരുടെ ഉദ്ദേശം? അതായത് ഒന്നാമത്തെ അന്വേഷണത്തിനുള്ള ലൂപ്പ് പോയിന്റ്, ലാബ്സ് രണ്ടാം അന്വേഷണത്തിൽ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് സൂട്ടബിൾ വിത്ത് സൂട്ടബിൾ വേർഡ്സ്. ഭയങ്കര ക്രിമിനോളജിസ്റ്റുകൾ എഴുതി കൊടുത്ത തിരക്കഥയാ പോലീസിന്. എന്നിട്ട് എന്ത് ചെയ്തു? ഈ നടി ആക്രമിക്കപ്പെട്ടത് എന്തിനാണ്? ദൃശ്യം ശേഖരിക്കാൻ. ഈ ദൃശ്യം എന്തിനു ശേഖരിക്കണം? അതിന്റെ മോട്ടീവ് പ്രൂവ് ചെയ്യണം. ആ മോട്ടീവ് പ്രൂവ് ചെയ്യണം എങ്ങനെയാണ്? ദിലീപിന്റെ കയ്യിൽ ഇതുണ്ട് എന്ന് വരുത്തി തീർക്കണം. അതിനാണ് ബാലേന്ദ്രകുമാറിനെ കൊണ്ട് ഈ കഥ പറയിച്ചത്. നിങ്ങൾ ഇതെല്ലാം പൊളിഞ്ഞു പോകും. കാരണം വാമൊഴികൾക്ക് പ്രസക്തമല്ല. കോടതിക്ക് വേണ്ടത് ക്ലിയർ ക്രിസ്റ്റൽ തെളിവാണ്. കൊടുത്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ദിലീപ് നാളെ ശിക്ഷിക്കപ്പെടും. അതുപോലെ തന്നെ ഇവർക്ക് 2600 ഡിജിറ്റൽ തെരുവുകൾ, ഇതൊക്കെ കേൾക്കുമ്പോൾ അറിയാം. ഞാൻ പറയാം സാർ, ഇപ്പൊ നിങ്ങൾ ഗോപികൃഷ്ണൻ പറഞ്ഞല്ലോ, ഇവിടെ തമ്പി സാർ ഇരിപ്പുണ്ടല്ലോ. ഒരാളെ ശിക്ഷിക്കണമെങ്കിൽ ഒരു ശകലം, നമ്മൾ സാധാരണ പറയാറില്ലേ, 100 കോഴിക്ക് എന്ന് പറഞ്ഞ പോലെ, കാടയെന്ന് പറഞ്ഞ പോലെ ഒരു ശകലം ചൊല്ലി തെളിവ് മതി, ശിക്ഷിക്കപ്പെടും. പൾസർ സുനിക്ക് ദിലീപ് പണം കൊടുത്തത് ഡയറക്റ്റ് കൊടുത്തിട്ടുണ്ട്, തെളിയിച്ചാൽ ദിലീപ് ശിക്ഷിക്കപ്പെടും. ഞാനല്ലേ പറയുന്നത്. പക്ഷേ ഇവരിപ്പോ ബൈജു കൊട്ടാരക്കര അറിയാതെ ഒരു കാര്യം പറഞ്ഞു. എന്താ പറഞ്ഞത്? പല സിനിമാക്കാരനും പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ, അയ്യോ, പൾസർ സുനി പ്രവർത്തിക്കുന്ന സിനിമാ മേഖലയിലാണ്, വേറെ കമ്പനികൾ പൈസ കൊടുത്തതിന് ദിലീപ് എങ്ങനെ ഉത്തരവാദിത്തം പറയും? കണ്ടോ, ഇവർ പോകുന്നത് ഏത് വഴിക്കാണ്? പൾസർ സുനി സിനിമയിൽ വർക്ക് ചെയ്യുമ്പോൾ പൾസർ സുനിക്ക് ലഭിച്ച പല കമ്പനികളിൽ വർക്ക് ചെയ്യുമ്പോൾ പല കമ്പനികളിൽ കൊടുത്ത പൈസ എങ്ങനെ ദിലീപിന്റെ പൈസയാകുന്നത്? ഞാൻ എന്റെ നന്ദ്യാട്ട് ഫിലിംസിന്റെ പേരിൽ ഒരു വ്യക്തിക്ക് പൈസ കൊടുത്താൽ അതേതായാലും ശ്രീ സജി നന്ദ്യാട്ട്, ഇതടക്കമുള്ള കാര്യങ്ങൾ, ഈ ഗൂഢാലോചന കുറ്റം തെളിയിക്കാൻ കോടതിക്ക് മുന്നിലുള്ള സാഹചര്യ തെളിവുകളായി കോടതിയെ ബോധ്യപ്പെടുത്തും വിധം അവതരിപ്പിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടുണ്ടോ? കോടതി ഈ മുഴുവൻ വിഷയങ്ങളിലും കോടതിക്ക് മുന്നിൽ വന്നിരിക്കുന്ന തെളിവുകളെ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് എന്നതൊക്കെ നാളത്തെ വിധിന്യായത്തിലൂടെ നമുക്ക് വ്യക്തമാകും. ഏതായാലും കേരളം ഈ കഴിഞ്ഞ 8 വർഷം കാത്തിരുന്ന ഒരു നിർണായക കേസിലെ, രാജ്യം ഉറ്റുനോക്കുന്ന ഒരു കേസിലെ സുപ്രധാനമായ വിധി വരാൻ പോകുന്നു. നാളെ നേരം പുലരുന്നത് അത് നീതിയിലേക്കാകട്ടെ, നീതിയുടെ വെളിച്ചമാകട്ടെ, പ്രകാശമാകട്ടെ നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത് എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.